നല്ലൊരു ജിഞ്ചർ ലെമൺ സ്ക്വാഷ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ സമ്മർ സീസണിൽ എല്ലാവരും വരുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലൊരു സിറപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ 750 ml സ്ക്വാഷാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ പറയുന്ന സാധനങ്ങൾക്ക് കൂട്ടിയെടുത്താൽ മതി. ഞാനിത് 15 നാരങ്ങ വെച്ചിട്ടാണ് ഈ സ്ക്വാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 15 നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി കഴുകി വൃത്തിയാക്കി അത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 15 നാരങ്ങയ്ക്ക് നമുക്ക് 1 കിലോ പഞ്ചസാരയാണ് കേട്ടോ കണക്ക്. അപ്പോൾ കൂടുതൽ നാരങ്ങ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അളവ് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ജിഞ്ചർ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി ഞാൻ വെറുതെ മിക്സിയിൽ അരച്ചതാണ്. അരക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇനി ഈ പാത്രത്തിലേക്ക് ആ ബാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് ഇഞ്ചിയൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒറ്റന്നൊരു പരുവൊന്നും ആവണ്ട കേട്ടോ ഈ സിറപ്പ്. പക്ഷേ ഒന്ന് തിക്കായി വരും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. അപ്പോൾ അടുത്ത് നിന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് തൂവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ നന്നായി തന്നെ കുറച്ച് കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ കട്ടിയാവും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അല്ലികളൊക്കെ ഉണ്ട്, ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സിറപ്പിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലാക്കി സൂക്ഷിക്കാം. നമ്മൾക്കിത് കുറച്ച് നാളത്തേക്ക് മാത്രമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പക്ഷേ നമ്മൾ കുറേ നാളത്തേക്ക് വയ്ക്കാനാണെങ്കിൽ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാനിപ്പോൾ ചേർത്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആയിരിക്കും ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടോ കുറേ ദീർഘനാൾ വെക്കാനുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചേർത്ത് കൊടുക്കണം. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറില്ല, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറാണ്. ഇത് പൊട്ടാസ്യം പെൻസോവേറ്റാണ്. ഇത് ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, അതിലും കുറച്ച് താഴെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഇത്രയും നാരങ്ങയ്ക്ക് ഒരു കണക്കുള്ളത്. അപ്പോൾ നിങ്ങൾ നാരങ്ങ കൂട്ടിയെടുക്കുമ്പോൾ അതിലും കൂടുതൽ എടുത്താൽ മതി. ഇനി ഇത് ഈ തണുത്തതിന് ശേഷം വേണം ഈ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. 6 മാസം വരെ പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ പെട്ടെന്ന് തീരുന്ന കുറച്ച് സ്ക്വാഷ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇതെങ്ങനെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ പുതിനയിലയും ഒരു പീസ് ഇഞ്ചിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടായ പുതിനയാണ്. നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ നന്നായി തന്നെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതിലേക്ക് കുറച്ച് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മഞ്ഞക്കറ പോകാനാണ് കേട്ടോ. ഇനി ഇത് അരച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ ഇലകൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായി തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഐസ് ട്രേയിൽ വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചോക്ലേറ്റ് മോൾഡിലാണ് കേട്ടോ വെക്കുന്നുള്ളത്.
ഇതിലേക്ക് നമുക്ക് കുറേശ്ശായി ഓരോന്നിലും വെച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ പുതിന പേസ്റ്റ് കുറേശ്ശായി ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 പീസസൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൽ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഐസ് ക്യൂബ്സായി കിട്ടും. അത് നമുക്കൊരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ആക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഇനി എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ സിറപ്പിൽ നിന്നും കുറച്ച് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല മധുരമുള്ള സിറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ പുതിന ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിന് മീതെ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് സബ്ജ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമ്മർ സീസൺ കഴിയുന്നത് വരെ നമുക്ക് ഗസ്റ്റൊക്കെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.